ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തി നിൽക്കുന്നു. ആരായിരിക്കും രാജാവ്, ആരായിരിക്കും വേഗരാജാവ്? ഒരേപോലെ എന്തൊരു വരവാണിത്! അമ്പോ എന്തൊരു വരവ്, എന്തൊരു വരവ്! ആര് മുന്നിൽ, ആരാണ് മുന്നിൽ? ഒട്ടും പ്രവചിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ആ സുദിനം വരികയാണ് സുഹൃത്തുക്കളെ. ഈ വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി രണ്ട് കാളക്കുറ്റന്മാർ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അങ്കക്കരിക്ക് പോത്തു നിൽക്കുന്ന ആ അങ്കക്കോഴികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ബിസിനസ് രംഗത്തെ അതികായനായ, പ്രത്യേകിച്ച് ജുവലറി ബിസിനസ് രംഗത്ത് അതികായനായ ശ്രീ ബോബി ചെമ്മണ്ണൂരും മാധ്യമ ലോകത്തെ അതികായനായ മറുനാടൻ എന്ന ഓമന പേരിൽ വിളിക്കുന്ന ശ്രീ ഷാജിൻ സക്രിയയുമാണ് ആ അംഗ പോരാളികൾ അല്ലെങ്കിൽ അംഗക്കോഴികൾ. ഞാൻ ഒരു പെട്ടി ആധാരമായിട്ട് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നുണ്ട്. ഈ രേഖമൂലം ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് തെളിയിച്ചാൽ താങ്കൾ ഈ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ? ഈ വരുന്ന ഓഗസ്റ്റ് 5-ന് മറുനാടിന്റെ ഓഫീസിലെത്തി, അതും കുടുംബസമേതമെത്തി അംഗം വെട്ടുമെന്ന് തന്നെയാണ് ശ്രീമാൻ പോച്ചയെ അറിയിച്ചിരിക്കുന്നത്. ഷാജിന് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കൂട്ടരെ. അംഗകരി പോട്ട് നിൽക്കുന്ന പോച്ചയെ നിർത്തിപ്പറിക്കുമെന്നാണ് ഷാജൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിറവേറ്റിയില്ലെങ്കിൽ, നമ്മൾ എത്ര സത്യസന്ധരാണെങ്കിലും എത്ര നന്മയുള്ളവരാണെങ്കിലും നമുക്ക് സ്വർഗം കിട്ടില്ല, നമുക്ക് പുണ്യം കിട്ടില്ല എന്നാണ്. അതും മറുനാടനിലേക്ക് അദ്ദേഹം വരാൻ പോകുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറയാം. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യമാണോ എന്ന് ബോബി ചെമ്മണ്ണൂർ ചോദിക്കുന്നു. ഞാൻ അത് ഏറ്റെടുക്കുന്നു. പക്ഷേ മറുനാടനോട് ബോബി ചെമ്മണ്ണൂർ ഒരേ ഒരു ആവശ്യമാണ് ആകെ ഉന്നയിച്ചത്, കുടുംബസമേതം ഈ അംഗത്തിന് വരാൻ. എന്നാൽ മറുനാടൻ ബോബി ചെമ്മണ്ണൂരോട് ഈ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ബോബി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ഒരു വള്ളപ്പാട് പുറകിലാണ് മറുനാടൻ. ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിലുള്ള ചെമ്മണ്ണൂർ കുടുംബക്കാരനല്ല എന്ന ഒരു വീഡിയോ മറുനാടന്റെ പ്രചരിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ബോബി ചെമ്മണ്ണൂർ തീർച്ചയായിട്ടും മറുനാടനോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. ഇയാള് കൊള്ളാമല്ലോ, അവട്ടാളല്ലേ? നിന്റെ അപ്പന എന്നാണോ പടി? ശരിയായി. പരട്ട കിളവി ചൊറിനായെ മുതുമുതുക്കി ചിരിക്കുന്ന പുലിയെ പുലിമടയിൽ ചെന്ന് ആക്രമിക്കുകയാണ് ബോച്ചയുടെ രീതി. അങ്ങനെ നോക്കുമ്പോൾ മറുനാടനേക്കാൾ ഒരു വള്ളപ്പാട് മുന്നിൽ ബോച്ചയാണ്. പറഞ്ഞത് വ്യാജമാണെങ്കിൽ ഞാൻ രേഖകൾ സഹിതം താങ്കളുടെ സ്റ്റുഡിയോയിൽ വന്നത് തെളിയിച്ചാൽ താങ്കൾ പറഞ്ഞത് നുണയാണെന്ന് സമ്മതിക്കുമോ? പക്ഷേ മലയാളം TV ലൈവ് ഇതിനെ നോക്കി കാണുന്നത് മറ്റൊരു തരത്തിലാണ്. പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടും പുതിയ ബിസിനസ് കൂട്ടുകെട്ടും ഇതിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാത്തിരുന്ന് കാണാം ആ സുദിനത്തിനായി. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ വല്ലതും തിന്നാൻ എടുത്തു വെക്കും. നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയിലെവിടെ ഇരിക്കുന്നേ? അമ്മയുടെ